ജിൻഡോ ഇപ്പൊ ലൈവിൽ ഇരുന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. അതിനെ ഏറ്റുപിടിച്ച് എല്ലാരും വലിയ ചർച്ചയും വാഗ്വാദവും ക്ലാഷും ഒക്കെ ആക്കുന്നുണ്ട്. റസ്മിൻ കാണിച്ച അനാവശ്യ കോൺഫിഡൻസിനെ വിശ്വസിച്ചിട്ടാണ് ജിൻഡോ റസ്മിനെ ആദ്യം വിടാമെന്ന് തീരുമാനിച്ചത് ഈ ഒരു മെമ്മറി ടാസ്കില്. പക്ഷെ നമുക്കറിയാം നന്ദനയാണ് ഡെന്നിൽ നിന്നും ഈ ഒരു ടാസ്കിൽ സ്കോർ ചെയ്തത്. ഏറ്റവും നന്നായിട്ട് കളിച്ചത് നന്ദനയാണ്. നന്ദനെ ആദ്യം പോയിക്കോട്ടെ എന്ന് പുള്ളിക്കാരി ചോദിച്ചപ്പോ റസ്മിനെ വിടാമെന്ന് ജിൻഡോ പറയുന്നു. എന്നിട്ട് റസ്മിൻ തെറ്റിക്കുകയും ചെയ്തു, ജിൻഡോയും തെറ്റിച്ചു. അങ്ങനെ അവരുടെ ടീം പരാജയപ്പെട്ടു. ഇതില് ജിൻഡോ ആരെയും പഴിച്ചിട്ടൊന്നുമില്ല. 100 നമ്പർ അല്ലെങ്കിൽ 50 നമ്പർ ഓർത്തെടുക്കാൻ റസ്മിനെ കൊണ്ട് പറ്റുമെന്ന് റസ്മിൻ തന്നെ പറഞ്ഞിരുന്നു എന്നാണ് ജിൻഡോ പറയുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ പ്രശ്നത്തെ നന്ദനയുടെ 2 ആങ്ങളമാരുടെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട്, സിജോയും സായും. അവർക്ക് ഹൗസിനുള്ള പിന്തുണ അറിയാമല്ലോ. അപ്പൊ അതിൽ കയറി എല്ലാവരും ജിൻഡോയുടെ മണ്ടയ്ക്ക് കുതിര കയറുന്നുണ്ട്. ഇതിലെ പ്രശ്നം റസ്മിൻ കാണിച്ച അനാവശ്യ കോൺഫിഡൻസ് ആണ്. നന്ദനെ ആദ്യം വിട്ടിരുന്നുവെങ്കിൽ ഇവരുടെ ടീമിന് 3ാമത് വരാൻ സാധിച്ചേനെ. ഇവിടെ ഇപ്പൊ 4ാമതാണ് ഡെൻ വന്നത്. വമ്പൻ പരാജയമായി പോയി. ഇതും പറഞ്ഞിട്ട് ജിൻഡോയും നന്ദനയും തമ്മിൽ ചെറിയ രീതിയിലൊരു ക്ലാഷ് ആവുന്നുണ്ട്. ഇനി അവൾ എന്നെ ചേട്ടാന്ന് വിളിച്ചാൽ ഞാൻ അവളെ കാണിച്ചു കൊടുക്കുന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ടായിരുന്നു. പിന്നെ നന്ദനെ പിണങ്ങി എണീറ്റൊക്കെ പോകുന്നുണ്ട്. പുള്ളിയെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ടാസ്ക് അല്ലായിരുന്നു ഇത്. അതാണ് ഇത്രയും ഒരു ഫ്രസ്ട്രേഷൻ വന്നത്. ടീമിൽ വിശ്വസിച്ച് കളിച്ചതാണ് ജിൻഡോ. അതിനിങ്ങനെ അയാളെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തേണ്ട കാര്യമൊന്നുമില്ല. പരാജയം എന്ന് പറയുന്ന സാധനം ഇൻഡിവിജ്വൽ അല്ലല്ലോ. പ്രത്യേകിച്ച് ഈ സീസണില് പരാജയപ്പെട്ടപ്പോൾ ഡെൻ മൊത്തത്തോടെയാണ് പരാജയപ്പെട്ടത്, ഇൻഡിവിജ്വൽസ് അല്ല പരാജയപ്പെട്ടത്. അപ്പൊ പിന്നെ ഇതിൽ ഇനി ആരെയും പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. റസ്മിന്റെ ഓവർ കോൺഫിഡൻസ് ആണ് ഇതിന്റെ അകത്തൊരു വിനയായത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും